സബ് അറേ അല്ലെങ്കിൽ സബ്സ്ട്രിങ്സ് കണ്ടുപിടിക്കാൻ പറയുന്ന ക്വസ്റ്റനിലാണ് നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എനിക്കൊരു അറേ തന്നിട്ടുണ്ട്. സോ എന്റെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എനിക്ക് മാക്സിമം സമ്മുള്ള ഒരു സബ് അറേ കണ്ടുപിടിക്കണം. ബട്ട് അതിന്റെ സൈസ് എന്ന് പറയുന്നത് കെ ആണ് വേണ്ടത്. ഇവിടെ കെ എന്ന് പറയുന്നത് 3 ആണ്. അതായത് എനിക്ക് 3 സൈസ് വരുന്ന സബ് അറേ കണ്ടുപിടിക്കണം. അതിൽ ഏത് സബ് അറേക്കാണ് മാക്സിമം സമ്മ വരുന്നത് എന്നുള്ളതാണ് എനിക്ക് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ ഇവിടെ ബ്രൂട്ട് ഫോഴ്സ് രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ അറേയിലുള്ള എല്ലാ സബ് അറേസും കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്റെ സമ്മുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് മാക്സിമം മാർക്കാണോ കൊടുക്കുന്നത് അതായിരിക്കും ഞാൻ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ബട്ട് അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ ടെക്നിക് അപ്ലൈ ചെയ്തിട്ട് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. സോ ഇത് പറയുന്നതേ ഉള്ളൂ, നമ്മൾ ആദ്യം ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യണം. ആ വിൻഡോക്കകത്ത് കെ എലമെന്റ്സ് മാത്രമേ പെടാൻ പാടുള്ളൂ. ഓക്കെ, സോ ഞാൻ ഇവിടെ ആദ്യം കെ എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3 എലമെന്റ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്തു 237 എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ അതിന്റെ സമ്മ് കണ്ടുപിടിക്കും. സോ ഇവിടെ അതിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 3 + 7 10 + 2 12 ആണ് ഇതിന്റെ സമ്മ് എന്ന് പറയുന്നത്. ഞാനൊരു റിസൾട്ടന്റ് വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അതിലോട്ടും ഈ സമ്മിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ഈ വിൻഡോനെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യണം. അതായത് ഞാൻ ഇതിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ 3 എലമെന്റ്സേ പാടുള്ളൂ. സോ ഇതായിരിക്കും എന്റെ പുതിയ വിൻഡോ വരുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താ, സ്റ്റാർട്ടിങ്ങിലുള്ള എലമെന്റിനെ ഒഴിവാക്കി എന്നിട്ട് പുതിയൊരു എലമെന്റിനെ അതിലോട്ട് ആഡ് ചെയ്തു. അതായത് ഇവിടെ ഞാൻ 2നെ ഡിലീറ്റ് ചെയ്തിട്ട് 5നെ ആഡ് ചെയ്തു. അപ്പൊ എന്റെ പുതിയ സംബന്ധം വരിക 10 + 5 അതായത് 15 വരും. ഞാൻ 12നെ അതായത് 12 2 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 10 10 + 5 15. എന്റെ റിസൾട്ടന്റ് എന്താണ് ഇപ്പോൾ 12 ആണ്. സോ എന്റെ പുതിയ സമ്മ് റിസൾട്ടന്റിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഞാൻ റിസൾട്ടന്റിനെ പുതിയ സമ്മായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എന്താണോ അതുപോലെ നിലനിർത്തുക. ഇനി സെയിം പ്രോസസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതായത് ഈ വിൻഡോ വരെ ഞാൻ വീണ്ടും മൂവ് ചെയ്യും. ഇനി മൂവ് ചെയ്യുമ്പോൾ ഞാൻ 3നെ കളയും, എന്നിട്ട് 9 ആഡ് ചെയ്യും. എന്നിട്ട് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാം, സമ്മും അതുപോലെ തന്നെ റിസൾട്ടന്റും അപ്ഡേറ്റ് ചെയ്യാം. ഇനി സെയിം പ്രോസസ്. ഇനി എന്റെ ഉള്ള 7 അല്ലേ, ഞാൻ 7നെ കളഞ്ഞു, എന്നിട്ട് ഞാൻ 6നെ ആഡ് ചെയ്തിട്ട് വിൻഡോനെ മൂവ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ 5 ആണ് ഈ എൻഡിൽ ഉള്ളത്. അതേപോലെ തന്നെ 5നെ കളഞ്ഞിട്ട് ഞാൻ പുതിയൊരു വിൻഡോ 9 6 2 എന്ന് വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ അപ്പൊ ഓരോ ഇതിലും ഞാൻ ആദ്യം പറഞ്ഞ ഓപ്പറേഷൻ നമ്മൾ നടത്തുന്നുണ്ടാവും. സംഭവം റീകാൽക്കുലേറ്റ് ചെയ്യും. അത് ബേസിൽ നമ്മൾ ഈ റിസൾട്ട് എൻഡും അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് O of n കോംപ്ലക്സിറ്റിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് DSA പ്രോബ്ലം സോൾവിംഗ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.